അയ്യോ പ്രാട്ടിയല്ലേ ഇരിക്കുന്നത്. എന്തൊരു വിഷമം പോലെ തോന്നണല്ലേ. പ്രാട്ടിയേ, എടാ പ്രാട്ടി ചെറുക, എന്തിനാമ ഇങ്ങാണ്ട് വാ. എന്തിനാമ എന്തടാ ഒരു വിഷമം പോലെ മാമൻ്റെ അടുത്ത് പറ. എനിക്ക് സുഖമില്ലാമ, വല്ലാത്തൊരു വിഷമം. അസുഖം വല്ലതും ഉണ്ടാ? വീട്ടുകാർക്കാടാ? വീട്ടുകാർക്കൊന്നുമില്ലാമ, പിന്നെ എനിക്ക് തന്നെ. അപ്പം പയൽസായിരിക്കും. പൈൽസൊക്കെ പണ്ടേ ഉള്ളതല്ല, അത് എപ്പോഴും ഉള്ളത് എന്നാമ. അയ്യോ, അങ്ങനെയാണെങ്കിൽ വായുവിൻ്റെ അസുഖമായിരിക്കുമല്ലേ? അത് 24 മണിക്കൂർ ഉള്ളതല്ലേ അമ്മ, അതെന്തിന് എടുത്ത് പറയണത്? പിന്നെ ഇപ്പോഴെന്തരാണ് നിന്റെ പ്രത്യേക അസുഖം? എനിക്ക് ഒരാഴ്ചയായി മാനസികമായിട്ട് ഭയങ്കര വിഷമം. എന്തൊരു മാനസിക പ്രയാസം എന്ന് മാമൻ്റെ അടുത്ത് പറയാടാ. എനിക്ക് മുക്കിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അമ്മ. അത് കൊള്ളാം. നേരം വെളുത്ത 24 മണിക്കൂറും ജംഗ്ഷനിൽ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ. ഇപ്പം നിനക്ക് ജംഗ്ഷനിൽ പോകാൻ എന്തിനാണ് ബുദ്ധിമുട്ട്? എനിക്ക് മുക്കിലോട്ട് പോകുമ്പോൾ ഒരു 3 പേരെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അവരെ കാണുമ്പോൾ ഞാൻ ഒളിച്ചു കിടക്കും മാമ. അയ്യോ, അതെന്തൊരു അസുഖമാടാ? ആ 3 പേരാരേ? മുറുക്കാൻ കട കുട്ടപ്പണ്ണായി, ചായക്കട അടച്ചണ അരവിന്ദണ്ണായി, പിന്നെ നമ്മള് പ്രതീക്ഷ ജയ്. അതാര് പ്രതീക്ഷ ജയ്? നമ്മൾ തയ്യക്കടയൊക്കെ നടത്തില്ല, തയ്യലൊക്കെ ചെയ്യൂലേ? എടാ മറിക്കാൻ ജയ്. ഓ എന്താ അവരെ കാണുമ്പം? എനിക്ക് ഇവരെ കാണുമ്പം അവരെ മുഖത്ത് നോക്കാൻ പറ്റില്ല അമ്മ, ഞാൻ ഒളിച്ചൊക്കെ നടക്കും മാമ. വളരെ മാന്യന്മാരായിട്ട് കഴിയുന്ന ആളുകളല്ലേടാ, അവരെ കാണുമ്പോൾ നിനക്ക് എന്തരാണ് ബുദ്ധിമുട്ട്? നിങ്ങൾ എന്തിനു പറഞ്ഞേ? അവർ വളരെ മാന്യന്മാരല്ലേ മാമ? അത് നിങ്ങളെ കണ്ണില് മാന്യന്മാര്, എൻ്റെ കണ്ണില് മാന്യന്മാരല്ലവര്. അത് നിന്റെ അഭിപ്രായം. നാട്ടുകാർക്ക് മൊത്തം അവരെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം തന്നെ, നല്ല അഭിപ്രായം. അവരെ കാണുമ്പോൾ എന്തിനാണ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് മാനസികമായിട്ട് പ്രശ്നമാണോ മാമ? എനിക്ക് തോന്നണത് ഇതൊരു തരം ഡിപ്രഷനാണ് കേട്ടോ. ഡിപ്രഷൻ. ആന്തരാമ ഡിപ്രഷൻ? എല്ലാവരുടെ ജീവിതത്തിലും കൊച്ചു ഡിപ്രഷൻ ഉണ്ടാവും. എല്ലാ മനുഷ്യർക്കും ഉണ്ടാവാമ. പിന്നെ മാമനും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ചടാന ഒരു ഡിപ്രഷൻ ഉണ്ടായി. എന്തിനാമ അത്? എനിക്ക് ചെമ്പരത്തി പൂ കാണുമ്പോൾ അതിനെ നോക്കാൻ പറ്റില്ല. അപ്പം എന്തിനാ ഇത് മാമ? ഞാൻ ഒരു ഡോക്ടറെ വിളിച്ചു ചോദിച്ച്, എന്തിനെന്ന് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ്. അപ്പോൾ ഡോക്ടർ എന്തിനു പറഞ്ഞ്? നിമിഷ നേരം കൊണ്ട് അത് മാറ്റി തന്നെ. എനിക്ക് വരും മാമ, എനിക്കോ ഡോക്ടറെ കാണാൻ പോവാമ? കാണാൻ പോവാനൊന്നും നോക്കൂല, പിന്നെ വിളിച്ചു വിളിക്കണം. നിങ്ങളൊന്ന് വിളിക്കും മാമ. ഞാൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത്? രോഗി തന്നെ വിളിക്കണം. ഇത് ഡോക്ടറോട് ചോദിക്കാം എന്നുള്ളൊരു പരിപാടിയാണ്. ഓ, ഡോക്ടറോട് എന്തിനു ചോദിക്കാന്നുള്ള പരിപാടി അല്ലേ? നോട്ടി, എന്തിനും ചോദിക്കാന്നല്ല, ഡോക്ടറോട് ചോദിക്കാം. എങ്കിൽ പിന്നെ നിങ്ങൾ നമ്പർ ഞാൻ വിളിക്കാം. ചേടാനെ വിളി. പറയ്. 80 866 49 844. വിളിച്ച് കിട്ടിയാ നിന്റെ ഭാഗ്യം. അങ്ങനെ എപ്പോഴും തിരക്കാണ് മാമ. ബെല്ലടിക്കണോ മാമ? ചേടാന് വിളിയടാ, വിളി, നിന്റെ ഭാഗ്യം. ഹലോ ഡോക്ടർ. സാറേ, എന്തിനു ചോദിച്ചാലും അതിന് പരിഹാരമുണ്ട് സാറേ. സാറേ, എനിക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ജംഗ്ഷൻ ഉണ്ട്, മുക്ക്. എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല സാറേ. ഇപ്പം അവിടെ ഒരു 3 പേരുണ്ട്. എനിക്ക് അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി പോകാൻ തോന്നണം. അവരെ മുഖത്തൊരിക്കൽ നോക്കാൻ പറ്റില്ല സാറേ. ഞാൻ അവർ ഒളിച്ചാണ് നടക്കണത് ഇപ്പം. ഇല്ല സാറേ, അവർ ഗുണ്ടകളും ചട്ടമ്പികളൊന്നുമില്ല. നാട്ടുകാരൊക്കെ പറയണത് അവർ നല്ല മനുഷ്യന്മാരാണെന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ കണ്ണിൽ അവരങ്ങനെ തോന്നണില്ല. നല്ല ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല സാറേ ഇതുവരെയായിട്ട്. സാറേ, ഈ ഗുളികയിലും മരുന്നിലൊന്നും തീരൂല സാറേ. സാറല്ലേ ആദ്യം പറഞ്ഞത് ഇതിനെന്ത് പരിഹാരം വേണം സാർ ചെയ്യാമെന്ന്. സാറേ, എനിക്ക് അതുകൊണ്ട് ഒരു 30,000 രൂപ കടം തന്നാൽ മതി സാറേ. ഞാൻ ഒരു 3-4 മാസം ആകുമ്പോഴത്തേക്ക് ഞാൻ സാറിന് കുറച്ചായിട്ട് സാറിന് അങ്ങ് തന്നു തീർക്കാം സാറേ. ഞാൻ ഈ 3 പേരെന്ന് 10,000 രൂപ വെച്ച് കടം വാങ്ങിച്ച് ആ 30,000 രൂപ ഇവർക്ക് കൊടുക്കാതെ ഇവർ മുഖത്ത് നോക്കാൻ പറ്റൂല. ഞാൻ അവരെ ഒളിച്ചാണ് സാറേ നടക്കണത്. എന്തൊരു സാറേ. ഓ ശരി സാറേ. ഓ ശരി സാറേ, ഞാൻ വിളിച്ചോളാം സാറിന്. ഓ എടേ, നിങ്ങളെന്തിനാ ഒരുമാതിരി ആക്കിച്ചിരിക്കണത്? ഇത് ഡിപ്രഷൻ അല്ലടാ, പിന്നെ പോക്കരുത്തരം എന്ന് പറയും. പോക്കരുത്തരം.
മാമ ഞാൻ ഒരു 30,000 കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല അമ്മ. ഇത് പോക്കരത്തിനൊന്നും അല്ല അമ്മ. എടാ 30,000 രൂപ കടം വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലേ വാങ്ങിക്കാവൂ. ഇപ്പം ഡാക്ടർ തരാമെന്ന് പറഞ്ഞാ. ഡോക്ടർ ഇപ്പം വീട്ടിൽ നിന്നല്ല സംസാരിച്ചത്, പിന്നെ അവിടെ നിന്ന് കാട്ടിൽ നിന്നാ? അങ്ങനെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് വർത്താനം പറഞ്ഞത്. അയ്യോ അതെന്തേ? അയാൾക്ക് വീട്ടിൽ പോകുന്ന വൃത്തിയില്ലെന്ന്. കാര്യം എന്തരടാ? മാമ ആരൊന്നും ഒരു 10,000 രൂപ വാങ്ങിച്ചിട്ട് 6 മാസമായെന്ന്. ഡാക്ടർ കടം വാങ്ങിച്ചാ? ഓ, ആ. അയാൾക്ക് അത് കൊടുക്കാൻ നിവർത്തിയില്ലാതെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ് അയാൾ. ഫോൺ പോലും എടുക്കാതെ. ഇത് ഇങ്ങനെ ഫോൺ എടുത്തതാണ് അയാൾ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നീ മാത്രമല്ല കള്ളൻ, ലോകത്തുള്ള സകല ആളുകളും കള്ളന്മാര് തന്നെ അല്ലേ? തന്നെ. വാ